ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്യില്ല. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും, ദെൻ നമ്മളതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് കറക്റ്റ് ആയിട്ടാണോ ചെക്ക് ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുവാണെങ്കിൽ ആ ഫാക്ടോറിയൽ പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഔട്ട്പുട്ട് കിട്ടുക? ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ എത്രയാണോ അതാണ് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നമുക്കറിയാതെ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് അതാണ് കിട്ടേണ്ടത്. സപ്പോസ് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫാക്ടോറിയൽ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല എങ്കിൽ, ഇപ്പോൾ നമുക്ക് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ 2 ആണ് കിട്ടേണ്ടതെന്ന് അറിയാം, 3 ഫാക്ടോറിയൽ ആണെങ്കിൽ 6 ആണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അല്ല കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിൽ എന്തോ എറർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള കോഡ്സ് ഒന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണോ കിട്ടുന്നത് മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോർമലി പുറത്തെ ആൾക്കാർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ ഫങ്ഷണാലിറ്റി ടെസ്റ്റിങ്ങും അങ്ങനെ തന്നെയാണ്. നമ്മൾ കോഡിംഗ് ലെവലിൽ ഒരു ടെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കറക്റ്റ് ആണോ, ഇൻപുട്ട് ഓൾറെഡി നമ്മൾ കറക്റ്റ് ആയിരിക്കും കൊടുക്കുക, ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ടാണോ കിട്ടുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് തന്നെയാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ചോദിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ ഒരു വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങും പറയുന്നുണ്ട്. കൺഫ്യൂസിങ് ആയിരിക്കും. എപ്പോഴും എക്സാമിന് ബ്ലാക്ക് ബോക്സ് എന്താണ്, വൈറ്റ് ബോക്സ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണാലിറ്റി ചെക്കിംഗ് ആണ്. അവിടെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് കറക്റ്റ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചതാണ്. ഇതാണ് സിസ്റ്റം അണ്ടർ ടെസ്റ്റ്. അതായത് നമ്മൾ ഏത് ഫംഗ്ഷനാണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഫംഗ്ഷൻ, അതാണ് സിസ്റ്റം അണ്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനൊരു ഇൻപുട്ട് ഡാറ്റ, നമ്മൾ സെറ്റ് ഓഫ് ഇൻപുട്ട് ഡാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ടെസ്റ്റ് ഡാറ്റ കൊടുക്കുന്നു. then അതുപോലെ തന്നെ ഔട്ട്പുട്ട് ടെസ്റ്റ് ഡാറ്റ, നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിൽ കമ്പയർ ചെയ്യും. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും കിട്ടുന്ന ഔട്ട്പുട്ട് സെയിം ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ കറക്റ്റ് ആണ്, ഇത് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ സംതിങ് എറർ ഒക്കർ ചെയ്തിട്ടുണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻപുട്ട് ഡാറ്റാസ് ഉണ്ടാവും. ഒരു ഡാറ്റ മാത്രമല്ല, കുറേ ഡാറ്റാസ് വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സെറ്റ് ഓഫ് ഔട്ട്പുട്ട് ഡൊമൈനും ഉണ്ടാവും. അതുപോലെ തന്നെ കുറേ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ഇൻപുട്ട് ഡൊമൈൻ, ഔട്ട്പുട്ട് ഡൊമൈൻ എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ലൂപ്പൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫോർ i ഈക്വൽ ടു 1 to 100 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന സമയത്ത് എന്ത് കൊടുക്കും? i ലെസ് ദാൻ 100 അല്ലെങ്കിൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ചിലപ്പോൾ i ഈക്വൽ ടു 0 അല്ലെങ്കിൽ i ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി വാല്യൂസ് എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടിങ് വാല്യൂയും എൻഡിങ് വാല്യൂമാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് വാല്യൂവിനേക്കാൾ ഒന്ന് കൂടുതൽ വരുന്ന വാല്യൂ, അതുപോലെ തന്നെ എൻഡിങ് വാല്യൂവിനേക്കാളും ഒന്ന് കുറവ് വരുന്ന വാല്യൂ. അപ്പോൾ നമ്മൾ 1 to 100 വരെയാണ് ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 1, 2 എന്ന് പറയുന്നത് ബൗണ്ടറി വാല്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ 99, 100 എന്ന് പറയുന്നത് ബൗണ്ടറി വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മിക്കവാറും ലൂപ്പിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ ലാസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് വാല്യൂവിൻ്റെ കേസിൽ നമ്മളെ പ്രോഗ്രാമിന് മിക്കവാറും എറേഴ്സ് വരലുണ്ടാവും അല്ലേ? ചിലപ്പോൾ ലാസ്റ്റ് വാല്യൂ ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് വാല്യൂ ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള എറേഴ്സ് ഉണ്ടാവാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കൺസിഡർ എ പ്രോഗ്രാം വിത്ത് 2 ഇൻപുട്ട് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ദീസ് ഇൻപുട്ട് വേരിയബിൾസ് ഹാവ് സ്പെസിഫൈഡ് ബൗണ്ടറീസ്. അപ്പം ബൗണ്ടറി പറയുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു 1ഉം അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് 100ഉം ആയിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ എക്സ് വാല്യൂ 1നും 100നും ഇടയിൽ വരുന്നതാണെന്ന് വരും. ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് മിസ് ചെയ്തു, ലെസ് ദാനിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ 1 എന്നുള്ള വാല്യൂ എടുക്കില്ല, അതുപോലെ തന്നെ 100 എന്ന് പറയുന്ന വാല്യൂ എടുക്കില്ല. അതുപോലെ തന്നെ വരുന്നതാണ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. അപ്പോൾ വൈ വാല്യൂ എന്ന് പറയുന്നത് സിനും ഡിനും ഇടയിൽ വരുന്നതാണ്.
എക്സ് വാല്യൂ എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ എക്സ് വാല്യൂ ഇതിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ എക്സ് വാല്യൂവിൻ്റെ റേഞ്ചസ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ മുതൽ ഈ ഒരു വാല്യൂ വരെ ആയിരിക്കും വരുന്നത്. അത് കാരണം ഇവിടെ നമ്മൾ വൈ വാല്യൂയും കൊടുത്തിട്ടുണ്ട്. വൈ വാല്യൂ റേഞ്ചസ് ഫ്രം സി ഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നർ കാണിച്ചിരിക്കുന്ന റെക്റ്റാങ്കിൾ റീജിയൺ ആയിരിക്കും ഈ കംപ്ലീറ്റ് വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ. അപ്പോൾ എയും സാറ്റിസ്ഫൈ ചെയ്യണം, സിയും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡിങ് വാല്യൂ എന്ന് പറയുന്നത് ഈ ബിൻ്റെ മാക്സിമം വാല്യൂം അതുപോലെ തന്നെ ഡീൻ്റെ മാക്സിമം വാല്യൂ ഈ ഒരു റീജിയൻ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് മീൻ ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആണിത്. ദ ബൗണ്ടറി വാല്യൂ അനാലിസിസ് ടെസ്റ്റ് കേസസ് ഫോർ അവർ പ്രോഗ്രാം വിത്ത് 2 ഇൻപുട്സ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. 2 ഇൻപുട്ട് വേരിയബിൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ട് 2 ഇൻപുട്ട് വേരിയബിൾസ് ആണ് വരുന്നത്. ദാറ്റ് മേ ഹാവ് എനി വാല്യൂ ഫ്രം 100 to 300. നേരത്തെ പറഞ്ഞ എ ബി എന്നുള്ള എ ബി എന്ന് പറഞ്ഞ വേരിയബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ സി ഡി എന്ന് പറഞ്ഞ വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100, 300 ആണ്. ഇവിടെ 100, 300 ആണ്, ഇവിടെയും 100, 300 ആണ്. അപ്പോൾ ഇതാണ് വാല്യൂസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ റീജിയൺ ആയിരിക്കും ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എടുക്കുന്ന വാല്യൂസ് ആണ് ഇവിടെ, സം വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 200, 100 എന്ന് പറയുന്ന വാല്യൂ, 200, 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വാല്യൂ 200ഉം അതുപോലെ തന്നെ വൈ വാല്യൂ 100ഉം ആണ്. അതുപോലെ തന്നെ 200, 101, 200, 101 എന്ന് പറയുന്ന വാല്യൂ. അതുപോലെ കൊടുത്തിരിക്കുന്ന 200, 200. അപ്പോൾ 200, 200 എന്ന് പറയുന്ന രണ്ടിൻ്റെയും മിഡിൽ വാല്യൂസ് എടുത്തിട്ടുള്ളതാണ്. ദെൻ 200, 299, 200, 299 എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ്. അതുപോലെ തന്നെ 200, 300 ഇത് ഈ ഒരു വാല്യൂ ആണ് വരുന്നത്. ദെൻ 100, 200, 100, 200 എന്ന് പറയുന്നത് 100, 200 ഈ വാല്യൂ ആണ് വരുന്നത്. ദെൻ 101, 200 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് വരുന്നത്. ദെൻ 299, 200, 299, 200 എന്ന് പറയുന്നത് 299 എന്ന് പറയുന്നത് എക്സ് വാല്യൂ ആണ്. എക്സ് വാല്യൂൻ്റെ 299 ഇതാ വാല്യൂ ആണ്. ദെൻ 200 എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിൽ വന്ന വാല്യൂ ആണ്. അതുപോലെ തന്നെ 300, 200, 300, 200 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദെൻ നമുക്ക് എല്ലാ കേസിലും എത്ര വാല്യൂസ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് കേസ് ജനറേറ്റ് ചെയ്യുക. ടെസ്റ്റ് കേസ് ജനറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് വാല്യൂസ് കൊടുത്തിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നോർമലി ജനറലായിട്ട് പറയുന്ന കേസിൽ ഇപ്പോൾ n വേരിയബിൾസ് ഉണ്ടെങ്കിൽ 4n+1 ടെസ്റ്റ് കേസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും നമ്പർ ഓഫ് വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അതാണ് പറയുന്നത് 4n+1 എന്ന് പറയുമ്പോൾ. ഇപ്പോൾ 2 ഇവിടെ 2 ആയിരിക്കുന്ന കേസിൽ എക്സ് വൈ എന്ന് പറയുന്നത് 2 വേരിയബിൾസ് ആണ്. അപ്പോൾ എത്ര വരും? 4 × 2 8 വരും. 8+1 9 ഉണ്ടാവും. ഇവിടെ നോക്കുക 1 2 3 4 5 6 7 8 9. അപ്പം 9 ടെസ്റ്റ് കേസ് വാല്യൂസ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബൗണ്ടറി വാല്യൂ അനാലിസിസിൻ്റെ ഒരു എക്സാമ്പിളാണ് ക്വാഡ്രേറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ബൗണ്ടറി വാല്യൂ അനാലിസിസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. കൺസിഡർ എ പ്രോഗ്രാം ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ നാച്ചർ ഓഫ് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രേറ്റിക് ഇക്വേഷൻ. ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ട്രിപ്പിൾ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജർ എ ബി സി. നമുക്കറിയാം 3 വേരിയബിൾസ് ഉണ്ടാവില്ല എ ബി സി എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ 3 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ 4n+1 എടുത്തു കഴിഞ്ഞാൽ 4 × 3 എന്ന് പറഞ്ഞാൽ 12+1 13 ടെസ്റ്റ് കേസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് വാല്യൂസ് മേ ബി ഫ്രം ഇൻ്റർവൽ 0 to 100. 0 to 100 വരെയുള്ള വാല്യൂസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ദ പ്രോഗ്രാം ഔട്ട്പുട്ട് മേ ഹാവ് വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്. ഔട്ട്പുട്ടിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം ഒന്നുകിൽ നോട്ട് ക്വാഡ്രേറ്റിക് ഇക്വേഷൻ വരണം. അപ്പോൾ റൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്വാഡ്രേറ്റിക് ആണോ റിയൽ ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ നോട്ട് ക്വാഡ്രേറ്റിക് ഇക്വേഷൻ എന്നുള്ളൊരു ഔട്ട്പുട്ട് വരണം. അതുപോലെ തന്നെ റിയൽ റൂട്ട്സ് ആണുള്ള ഔട്ട്പുട്ട് വരണം. ഇമേജിനറി റൂട്ട്സ് വേണം. അതുപോലെ തന്നെ ഈക്വൽ റൂട്ട്സ് വേണം. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി വാല്യൂ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സൊല്യൂഷൻ വരുന്നത് നോക്കുക. ക്വാഡ്രേറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ax² + bx + c = 0. ഇതാണ് ക്വാഡ്രേറ്റിക് ഇക്വേഷൻ്റെ ഫോം. അതിൻ്റെ അകത്ത് റൂട്ട്സ് ആർ റിയൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? b² - 4ac > 0 ആകുമ്പോഴാണ് റൂട്ട്സ് റിയൽ ആവുന്നത്. റൂട്ട്സ് ഇമേജിനറി ആവുന്നത് b² - 4ac <= 0. അതായത് നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന സമയത്താണ് റൂട്ട്സ് ഇമേജിനറി ആവുന്നത്. റൂട്ട്സ് ആർ
ഈക്വൽ എന്ന് പറയുന്നത് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആയിരിക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ ഇക്വേഷൻ ഈസ് നോട്ട് ക്വാഡ്രേറ്റിക് ഇഫ് എ ഈക്വൽ ടു 0. എ 0 ആയിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നോട്ട് ക്വാഡ്രേറ്റിക് ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഔട്ട്പുട്ട് കണ്ടീഷൻസ്. അപ്പോൾ ഇതാണ് ബൗണ്ടറി വാല്യൂൻ്റെ ടെസ്റ്റ് കേസസ് നിങ്ങൾ നോക്കുക. നമുക്കറിയാം ഈക്വൽ ടു ബൗണ്ടറി, അതുപോലെ തന്നെ 1 ഗ്രേറ്റർ ദാൻ ബൗണ്ടറി, അതുപോലെ തന്നെ മാക്സിമം ബൗണ്ടറി, 1 ലെസ് ദാൻ ദ ബൗണ്ടറി. ഇതൊക്കെയാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അതുപോലെ തന്നെ മിഡിൽ വാല്യൂയും കൂടി ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതങ്ങനെയാണ് നമുക്ക് ആ 4n+1 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് നോക്കുക നിങ്ങൾ. എൻ്റെ ഫസ്റ്റ് A0 ആയിരിക്കുമ്പോൾ ബി 15ഉം സി 15ഉം ആവുന്നു. അങ്ങനെയാകുമ്പോൾ A0 ആയി കഴിഞ്ഞാൽ നോട്ട് ക്വാഡ്രേറ്റിക് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദെൻ A1 ആയിരിക്കുന്നു. ദെൻ ബിയും സിയും സെയിം വാല്യൂ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറിനേക്കാളും 1 കൂടുതലുള്ള വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റിയൽ റൂട്ട്സ് ആണ് കിട്ടുന്നത്. ദെൻ മിഡിൽ വാല്യൂ എടുക്കുവാണ്. എൻ്റെ മിഡിൽ വാല്യൂ 50 ആണ്. ബിയും സിയും മിഡിൽ വാല്യൂസ് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദെൻ ഇമാജിനറി റൂട്ട്സ് ആണ് വരുന്നത്. ദെൻ മാക്സിമം ബൗണ്ടറിനേക്കാൾ 1 കുറവ് 99 50 50 തന്നെയാണ് വന്നിരിക്കുന്നത്. അതാവുമ്പോൾ ഇമാജിനറി റൂട്ട്സ് ആണ് വരുന്നത്. ഇത് ബി സ്ക്വയർ മൈനസ് 4ac ചെയ്ത് നോക്കി കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് എഴുതിയതാണ്, ചുമ്മാ ഇങ്ങനെ എഴുതുന്നതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്തിട്ട് കിട്ടുന്നത് ഈക്വൽ ടു 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടിയത് മനസ്സിലാവും. ദെൻ അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് 100, അതായത് ബൗണ്ടറി വാല്യൂ ആണ്, മാക്സിമം ബൗണ്ടറി വാല്യൂ ആണ് എൻ്റെ. അത് ബിയും സിയും 50 50 തന്നെ എടുത്ത് നോക്കുമ്പോൾ ഇമാജിനറി റൂട്ട്സ് ആണ് വരുന്നത്. ദെൻ അടുത്ത കേസ് നോക്കുക. എ മിഡിൽ വാല്യൂ എടുത്തു. ബീൻ്റെ വാല്യൂ റേഞ്ചസ് ഫ്രം 0 1 99 100 ആ വാല്യൂസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നോക്കുക 0 ആയിരിക്കുന്ന സമയത്ത് 50 ഈ രണ്ട് വാല്യൂസും നേരത്തെ പറഞ്ഞ പോലെ 50 50 തന്നെയാണ് എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഇമാജിനറി റൂട്ട്സ് ആണ് വരുന്നത്. ദെൻ അടുത്തത് 1 ഗ്രേറ്റർ ദാൻ ബൗണ്ടറി വാല്യൂ എടുത്തു. 1 ഗ്രേറ്റർ ദാൻ ബൗണ്ടറി വാല്യൂ വരുമ്പോൾ 0 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വരും. ദെൻ ഈ രണ്ട് വാല്യൂ സെയിം ആണ്, അവിടെയും ഇമാജിനറി റൂട്ട്സ് ആണ് വരുന്നത്. ദെൻ നേരത്തെ കേസ് ഉണ്ട് 50 50 50 വരുന്ന കേസ്. ഹാഫ് കേസ് നമ്മൾ ഓൾറെഡി ഇവിടെ ചെക്ക് ചെയ്തു, അതിനി ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ മിഡിൽ വാല്യൂൻ്റെ കേസ് ഇവിടെ എടുക്കാത്തത്. ദെൻ 50 99, അതായത് അപ്പർ ബൗണ്ടറിനേക്കാളും 1 കുറവ്. ദെൻ ഈ വാല്യൂ 50 തന്നെയാണ്, ഇമാജിനറി റൂട്ട്സ് വന്നു. അടുത്തത് 50 അപ്പർ ബൗണ്ടറി വാല്യൂ 50 ഈക്വൽ റൂട്ട്സ് വന്നു. ഇനി ഇതേ കേസ് സിക്ക് എടുക്കുന്ന സമയത്ത് സിക്ക് 0 സിക്ക് 1 സിക്ക് 99 സിക്ക് 100. അപ്പോൾ ഇവിടെയൊക്കെ 50 വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ആ സമയത്തുള്ള ഔട്ട്പുട്ട് വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൗണ്ട് ചെയ്താൽ മനസ്സിലാവും 13 ടെസ്റ്റ് കേസസ് ആണ് വന്നത്. അപ്പോൾ 4 ഇൻറ്റു 3 വേരിയബിൾസ് ആണ് വരുന്നത്. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12+1 എന്ന് പറയുമ്പോൾ 13 ടെസ്റ്റ് കേസസ് ആണ് വരുന്നത്. ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് 13 ടെസ്റ്റ് കേസസ് കിട്ടിയിട്ടുണ്ട്. ഈ ഫിഗർ ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്ത ടെസ്റ്റിംഗ് ആണ് റോബസ്റ്റ്നെസ് ടെസ്റ്റിംഗ്. ഇത് ബൗണ്ടറി വാല്യൂ അനാലിസിസിൻ്റെ സെയിം ടൈപ്പ് ടെസ്റ്റിംഗ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ബൗണ്ടറി വാല്യൂ 1 ഗ്രേറ്റർ ദാൻ ബൗണ്ടറി വാല്യൂ, അതുപോലെ തന്നെ അപ്പർ ബൗണ്ടറി 1 ലെസ് ദാൻ അപ്പർ ബൗണ്ടറി ആണ് ചെയ്തത്. ഇവിടെ എന്തും കൂടി ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ബൗണ്ടറിനേക്കാളും 1 കൂടുതൽ, അതായത് നമ്മൾ മാക്സിമം 100 ആണെങ്കിൽ 101ന് ചെക്ക് ചെയ്ത് നോക്കും. ചില സമയത്ത് നമുക്ക് ലൂപ്പ് ചെയ്യുന്ന സമയത്ത് അറിയാം, ചിലപ്പോൾ നമ്മൾ കണ്ടീഷൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 100ൻ്റെ അപ്പുറത്തെ വാല്യൂസും കൂടി ചെക്ക് ചെയ്യുന്നുണ്ടാവും. അതുപോലെ 1 to 100 ആണ് കൊടുത്തതെങ്കിൽ ചിലപ്പോൾ നമ്മൾ കണ്ടീഷൻ കറക്റ്റായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ചിലപ്പം 0യും കൂടി ചെക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോബസ്റ്റ്നെസ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ലോവർ ബൗണ്ടറിനേക്കാളും 1 കുറവും ടെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ അപ്പർ ബൗണ്ടറിനേക്കാളും 1 കൂടുതലും ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ 100 to 300 ആണ് വാല്യൂസ് വരുന്നതെങ്കിൽ ഇവിടെ നോക്കുക 299, അതായത് ഫസ്റ്റ് 100നേക്കാളും 1 കുറവ് വരുന്ന വാല്യൂ ഇവിടെ ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ 200 100 ചെക്ക് ചെയ്തു. ദെൻ 200 101 ചെക്ക് ചെയ്തു. ദെൻ 200 200 എന്ന് പറയുന്ന മിഡിൽ വാല്യൂ ആണ്. ദെൻ 200 299 ഉണ്ട്, 200 300 ഉണ്ട്. ഇവിടെ നോക്കുക 1 ഗ്രേറ്റർ ദാൻ ദ അപ്പർ ബൗണ്ടറി 301 ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 99 200 ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുക 301 200 ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ബൗണ്ടറിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ ഈ വാല്യൂ വർക്ക് ചെയ്യുന്നുണ്ടോ, ബൗണ്ടറിനേക്കാൾ കുറഞ്ഞാൽ ഈ വാല്യൂ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ടെസ്റ്റ് കേസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6n+1 ആവും. നേരത്തെ നമുക്ക് 4n+1 ആയിരുന്നു. ഇവിടെ 6n+1 ടെസ്റ്റ് കേസസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അത്രയും വാല്യൂസ് നമ്മൾ കോമ്പിനേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിഗറിൻ്റെ അകത്ത് നോക്കുക, ഈ ഡോട്ട്സ് ഈ ഉള്ളിലത്തെ റെക്റ്റാങ്കിളിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന ഡോട്ട്സ് നോക്കുക. ഈ ഡോട്ട്സ് ആണ് നമ്മൾ ലോവർ ബൗണ്ടറിനേക്കാളും കുറവും അതുപോലെ തന്നെ അപ്പർ ബൗണ്ടറിനേക്കാളും കൂടുതലും. ഇവിടെയും ലോവർ ബൗണ്ടറിനേക്കാൾ കുറവും അപ്പർ ബൗണ്ടറിനേക്കാളും കൂടുതലും. അപ്പോൾ ഈ രണ്ട് ടെസ്റ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ.